തൊണ്ടയുടെ പിൻഭാഗത്ത് നിന്ന് ചുമച്ചെടുക്കുന്ന കഫത്തിൽ ചോരമയം കാണുമ്പോൾ പലപ്പോഴും ടെൻഷൻ അടിച്ച് രോഗികൾ ഒ പിയിലെത്താറുണ്ട്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത്, ഇതിനെങ്ങനെ ചികിത്സ എടുക്കണം, ഇത് വീണ്ടും വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം, ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. കഫത്തിൽ ചോര കണ്ടു കഴിയുമ്പോൾ ഇത് മൂക്കിന്റെ പിന്നിൽ നിന്നാണോ അതോ ശ്വാസകോശത്തിൽ നിന്നാണോ വരുന്നതെന്ന് നമ്മൾ ആദ്യം വേർതിരിച്ചറിയണം. അപ്പോൾ ഈ നോർമൽ ആയിട്ടുള്ള കഫം എന്ന് പറയുന്നത് ഏത് കളറാണ്? നോർമൽ ആയിട്ടുള്ള കഫം അഥവാ മ്യൂക്കസ് നമ്മുടെ മൂക്കിൽ നിന്നും സൈനസിന്റെ ഉള്ളറകളിൽ നിന്നും വരുന്നതൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം പോലെയാണ്. ചെറിയ ജലദോഷമൊക്കെ വരുമ്പോൾ ഇതിന് ഒരു നേർത്ത കട്ടി കൂടി പ്രത്യക്ഷപ്പെടാം. എന്നാൽ ഈ ജലദോഷം 2-3 ദിവസം മാറാതെ നിന്ന് കഴിഞ്ഞാൽ ഇതിനൊരു വെള്ള കളർ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറവാണ്, നിർജ്ജലീകരണം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ കഫത്തിനൊരു വെള്ള കളർ കാണാം. എന്നാൽ ജലദോഷമൊക്കെ മാറാതെ നിൽക്കുന്നു, ചെറിയ പനിയൊക്കെ ഉണ്ടെങ്കിൽ ഈ കഫത്തിന് ഒരു മഞ്ഞ കളർ കണ്ടേക്കാം. ഇതിന്റെ അർത്ഥം നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ കോശങ്ങളായ WBC കളത്തിലിറങ്ങിയിരിക്കുന്നു. ശരീരത്തിൽ നിന്ന് ഈ ഇൻഫെക്ഷനെ പുറന്തള്ളാൻ അവരാവത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കഫത്തിനൊരു മഞ്ഞ കളർ കാണുന്നത്. എന്നാൽ ഈ വൈറ്റ് ബ്ലഡ് സെൽസ് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും ശരീരത്തിൽ നിന്ന് ഈ രോഗാണു പോവാൻ വിസമ്മതിക്കുന്നതിൻ്റെ അടയാളമാണ് ഈ മഞ്ഞ കളറിലുള്ള കഫം പെട്ടെന്ന് പച്ച കളറാവുന്നത്. ഇതിനോടൊപ്പം പനിയുണ്ട്, നല്ല ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായും ഈ പോയിന്റിൽ നമ്മൾ ഡോക്ടറെ കാണണം. ഇനി അടുത്ത സ്റ്റെപ്പാണ് കഫത്തിൽ ചോര വരിക എന്നുള്ളത്. ഇത് മൂക്കിൽ നിന്നുള്ള കഫവുമാവാം, നമ്മൾ ചുമച്ചെടുക്കുമ്പോൾ ശ്വാസകോശത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന കഫവുമാവാം. അപ്പോൾ മൂക്കിൽ നിന്ന് വരുന്ന കഫത്തിൽ രക്തം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും ഇടയ്ക്കിടെ മൂക്കിൽ വിരലിടുന്ന ശീലമുള്ളവർക്ക് അവിടെയുള്ള ഉണങ്ങിയ ക്രസ്റ്റൊക്കെ നീക്കം ചെയ്യുമ്പോൾ കഫത്തിൽ ചോരമയം കാണാം. അതുപോലെ തന്നെ വിട്ടുമാറാത്ത അലർജി ഉള്ളവർ എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ശക്തിയായിട്ട് മൂക്ക് ചീറ്റി ഈ കഫം കാർക്കിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ കഫത്തിൽ ചോരമയം കാണാം. അതേപോലെ തന്നെ വിട്ടുമാറാത്ത സൈനസൈറ്റിസ്, മൂക്കിന്റെ ഉള്ളിൽ ചെറിയ ദശയൊക്കെ ഉള്ളവർ, അതുപോലെ തന്നെ മൂക്കിന്റെ ട്യൂമറുകളിലും ചിലപ്പോൾ മൂക്കിൽ നിന്നുള്ള കഫത്തിൽ ബ്ലഡ് കാണാറുണ്ട്. ഇതേപോലെ തന്നെ വളരെ വരണ്ട കാലാവസ്ഥയിൽ ജീവിക്കുന്നവർ, തണുപ്പുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്നവരുടെയൊക്കെ കഫത്തിൽ നേരത്തെ ഒരു രക്തമയം കാണാറുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ മിക്കപ്പോഴും മൂക്കിൽ വിരലിടുന്ന സ്വഭാവമുള്ളവർക്ക് ഇങ്ങനെ കാണാറുമുണ്ട്. പിന്നെ മൂക്കിന്റെ പിൻഭാഗവും വായയും കൂട്ടിമുട്ടുന്ന നേസോഫാരിങ്സ് എന്ന് വിളിക്കുന്ന സ്ഥലമുണ്ട്. നമ്മളിങ്ങനെ വളരെ ശക്തിയായിട്ട് കാർക്കിച്ചെടുക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ഇവിടെ ഇഞ്ചുറി വന്ന് കഫത്തിൽ ചോരമയം കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, മൂക്ക് ചീറ്റുമ്പോഴാണ് കഫത്തിൽ ബ്ലഡ് വരുന്നത്, അതല്ലെങ്കിൽ മൂക്കിന്റെ മേൽഭാഗത്ത് നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നുന്ന കഫമാണെങ്കിൽ ഇതൊരു ENT ഡോക്ടറെയാണ് കാണിക്കേണ്ടത്. ഇനി നമ്മൾ ചുമച്ചെടുക്കുമ്പോൾ വരുന്ന കഫത്തിലാണ് ചോര വരുന്നതെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്തൊക്കെയാണ്? രാവിലെ എണീക്കുമ്പോൾ തന്നെ ചുമയ്ക്കുന്ന കഫത്തിൽ ബ്ലഡ് വരുന്ന ചില ആളുകളുണ്ട്. പലപ്പോഴും ഇതിനുള്ള കാരണം വളരെ ശക്തിയായിട്ട് നാക്ക് വലിക്കുന്നവരാണെങ്കിൽ അവിടെയൊക്കെ ഇഞ്ചുറി സംഭവിച്ച് ഈ കഫത്തിൽ ചോര വരാറുണ്ട്. പിന്നെ ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം, പല ആളുകൾക്കും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവും. രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ തുടങ്ങിയ മരുന്നുകൾ കഴിക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുമ്പോഴും കഫത്തിൽ ചോരമയം കാണാം. പിന്നുള്ളത് ചെറിയ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ തുടങ്ങുന്നു, ബ്രോങ്കൈറ്റിസ്. അതുപോലെ തന്നെ പനിയും ശ്വാസം മുട്ടും ചുമയും ഒക്കെ മാറാതെ നിൽക്കുമ്പോൾ ന്യൂമോണിയ ആവാം. ഇങ്ങനെയുള്ള രോഗങ്ങൾ തുടങ്ങുന്ന അവസ്ഥയിലും കഫത്തിൽ ചോര കാണാറുണ്ട്. എന്നാൽ ഈ കഫത്തിൽ ചോര കാണുന്നതോടൊപ്പം 3 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമയുണ്ട്, വെയിറ്റ് കുറയുന്നു, രാത്രി ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് കാണുന്നു. ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടത് ക്ഷയരോഗത്തെയാണ്. അങ്ങനെയുള്ളപ്പോഴും കഫത്തിൽ ചോരമയം കാണാം. പിന്നെ പുകവലി ശീലമൊക്കെ ഉള്ളവരാണ്. ഇങ്ങനെയുള്ളവരിൽ കഫത്തിൽ ചിലപ്പോൾ ഒരു ബ്ലാക്ക് കളർ കണ്ടേക്കാം, അതോടൊപ്പം രക്തമയവും. ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ക്യാൻസറുകളാണ്. അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള മറ്റ് അസുഖങ്ങൾ, ബ്രോങ്കിയക്ടൈസിസ്, ആസ്മ, COPD, സിസ്റ്റിക് ഫൈബ്രോസിസ് തുടങ്ങിയ അസുഖങ്ങളിലൊക്കെയും ഈ കഫത്തിൽ ചോര കാണാം. അപ്പോൾ നമ്മളിവിടെ വേർതിരിച്ചറിയേണ്ടത് കഫത്തിലെ ചോര മൂക്കിൽ നിന്നോ അതല്ലെങ്കിൽ സൈനസിൻ്റെ ഉള്ളറകളിൽ നിന്നോ വരാം, അതല്ല ശ്വാസകോശത്തിൽ നിന്നോ വരാം. ആദ്യം രണ്ടും വേർതിരിച്ചറിയുക.
മൂക്കിൽ നിന്നുള്ള പ്രശ്നമാണെങ്കിൽ മൂക്കിലെ എൻഡോസ്കോപ്പിയും സൈനസിന്റെ സ്കാനിങ്ങും ഒക്കെ വേണ്ടി വന്നേക്കാം. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ബ്രോങ്കോസ്കോപ്പി, ലങ്സിന്റെ CT സ്കാൻ തുടങ്ങിയവ എടുക്കാം. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസും കൂടെ ഇതിനോടൊപ്പം ചെയ്യണം. രക്തഗ്രൂപ്പ് എന്താണെന്ന് അറിയണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ഹീമോഗ്ലോബിൻ എത്രയാണെന്ന് അറിയാം. ഏതെങ്കിലും ഒരു ബ്ലീഡിംഗ് ഡിസോർഡറിന്റെ ഭാഗമായിട്ടാണോ ഈ ബ്ലഡ് വന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് മൂക്കിൽ നിന്ന് ചോര വരുമ്പോഴും അതല്ലെങ്കിൽ കഫത്തിൽ ചോര കാണുമ്പോഴും ഒക്കെ BT CT, പിന്നെ പ്രോത്രോംബിൻ ടൈം, APTT തുടങ്ങിയ ടെസ്റ്റുകൾ ഡോക്ടർമാർ വിടാറുള്ളത്. അപ്പോൾ ഇത്തരം ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ആദ്യം ഇത്തരം പ്രശ്നങ്ങൾക്ക് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മൂക്ക് ശക്തിയായിട്ട് ചീറ്റാതിരിക്കുക, തൊണ്ടയിൽ നിന്ന് കഫം കാർക്കിച്ചെടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് രാവിലെ പല്ല് തേക്കുമ്പോഴൊക്കെയാണ് കാണുന്നതെങ്കിൽ വളരെ ശക്തമായിട്ട് നാക്ക് വടിക്കുന്ന ശീലം നിർത്തിവെക്കുക. എപ്പോഴും ഇങ്ങനെ ത്രോട്ട് ക്ലിയർ ചെയ്യുന്ന ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കി ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടും മാറുന്നില്ല, മറ്റ് രോഗലക്ഷണങ്ങൾ കൂടി വരുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുക. ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒറ്റ തവണ തന്നെ ചുമയ്ക്കുമ്പോൾ ഒരു 500 ml കൂടുതൽ രക്തം വരുന്നുണ്ട്. ഇത് മാസീവ് ഹീമോപ്റ്റൈസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ വലിയ അളവിൽ ചോര വന്നാൽ ഒട്ടും മടിക്കാതെ അപ്പോൾ തന്നെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോകാനും ശ്രദ്ധിക്കണേ. അപ്പോൾ തൊണ്ടയിലെ കഫം, ആ കഫത്തിൽ ചോര കാണുക, മൂക്കിൽ നിന്ന് വലിച്ചെടുക്കുന്ന കഫത്തിലും ചോര കണ്ടാലും ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.